നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. ഈ ബാലരാമപുരം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ എൽ ജോസ് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കാനുള്ള കാരണം, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ കേരള സംസ്ഥാനം അതീവ ദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. യാതൊരു ബോധവുമില്ലാതെ, യാഥാർത്ഥ്യ ബോധവുമായി ഒരു പുലബന്ധവുമില്ലാത്ത ഒരു പ്രഖ്യാപനമാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തുന്നത്. ഇന്ന് നിയമസഭ വിളിക്കുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ശ്രീ പിണറായി വിജയൻ്റെ ഫോട്ടോ വച്ച് മുൻ പോജിലുള്ള പരസ്യം, അതിന് തന്നെ കോടിക്കണക്കിന് രൂപ ഈ സർക്കാർ ചിലവാക്കിയിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമസഭാ സമ്മേളനം വിളിക്കേണ്ട കാര്യം പോലുമില്ല. അതിദാരിദ്ര്യ വിരുദ്ധ സംസ്ഥാനമായി ശ്രീ പിണറായി വിജയൻ പത്രത്തിൽ കൂടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും നിയമസഭയെ കോമാളിയാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി പിരിയുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടാണ് ഇന്ന് അസംബ്ലി സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അത് പ്രതിപക്ഷം ഇന്ന് ബഹിഷ്കരിച്ചിരിക്കുന്നു. 2015 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് ഏകദേശം 4.5 ലക്ഷം അതിദരിദ്രർ ഉണ്ടെന്നുള്ളതാണ് LDFിൻ്റെ കണക്കിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പട്ടികയിലുള്ളത്, അന്ത്യോദയ റേഷൻ അരി വാങ്ങുന്ന അതിദാരിദ്ര്യ പട്ടികയിലുള്ളത് 6 ലക്ഷം കുടുംബങ്ങൾ, 5.5 ലക്ഷം കുടുംബങ്ങളാണ്. അങ്ങനെ കേരളത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്, കേന്ദ്രത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. അങ്ങനെ അതിദാരിദ്ര്യരുടെ എണ്ണം ലക്ഷങ്ങളായിരിക്കെ പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ നിന്ന് കേവലം 60,000 കുടുംബങ്ങൾ മാത്രമാണ് അതിദാരിദ്ര്യമായ മേഖലയ്ക്കുള്ളത്. അതിനെ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ അവരെയെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഈ സംസ്ഥാനം അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നുവെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ 5 വർഷം കൊണ്ട് 4 ലക്ഷം അതിദാരിദ്ര്യ കുടുംബം എങ്ങനെ ഇല്ലാതായി? കേന്ദ്രത്തിൻ്റെ കണക്കിലുള്ള 5.5 ലക്ഷം കുടുംബം എങ്ങനെ 60,000 മാറി? ഇതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കണക്കുകളുമായി പുലബന്ധമില്ലാത്ത ഒരു നിരത്തിക്കൊണ്ടാണ് ഇന്ന് ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഈ പഞ്ചായത്തിലുള്ള ലിസ്റ്റ് എടുത്താൽ 64 ആളുകളാണ് ഈ അതിദാരിദ്ര്യ പട്ടികയിലുള്ളത്. യഥാർത്ഥത്തിൽ ഓരോ വാർഡും പരിശോധിച്ചാൽ 50-ൽ കുറയാത്ത വീടുകൾ ഈ പഞ്ചായത്തുണ്ടാകും. 20 വാർഡെടുത്താൽ ഏകദേശം 2000 കുടുംബങ്ങൾ ഇവിടെ ഇന്ന് പട്ടിണിയിലാണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് അധികൃതർ മുന്നേറുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ശ്രീ പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ ജോസിന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പൊള്ളത്തരം, ഈ കള്ളത്തരം കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ്. ഇതിനെ പൊളിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജോസ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാ ഭാവങ്ങളും നന്മകളും നേരുന്നു. ഇവിടുത്തെ ക്ഷേമനിധി പെൻഷൻ ഇതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ത്രിതല പഞ്ചായത്തുകളെ മുന്നിൽ കണ്ടുകൊണ്ട്, നിയമസഭയെ മുന്നിൽ കണ്ടുകൊണ്ട് 2000 രൂപയാക്കാൻ പോകുന്നു എന്നുള്ള പൊള്ളയായ വാഗ്ദാനം പറയുന്നതിന് തൊട്ടു മുമ്പാണ് 60,000 ആളുകളാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളതെന്ന് വെച്ചാൽ അടുത്ത പ്രഖ്യാപനം വരുന്നു, ഈ 60,000 പേർക്ക് മാത്രമേ ഞങ്ങൾ പെൻഷൻ കൊടുക്കാൻ തയ്യാറാവൂ എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ മക്കൾ എങ്ങനെയെങ്കിലും ഒരു വാഹനം, ഏതെങ്കിലും അവരുടെ ബിസിനസ് ആവശ്യത്തിന് ഒരു 4 വീലർ വാഹനം ഫൈനാൻസായി എടുത്ത് കടമെടുത്ത് അവൻ്റെ ഉപജീവന മാർഗം നടത്തിയാൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ നിഷേധിക്കുന്ന ഈ ഗവൺമെൻറ്റാണ് പറയുന്നത് ഞങ്ങളിതാ 2000 രൂപയാക്കാൻ പോവുകയാണ്. ഇത് പൊള്ളയായ വാഗ്ദാനമാണ്. അതിന് മുന്നോടിയായി നിങ്ങൾ പൊട്ടിച്ച ഈ വെടിയാണ് 60,000 പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത് എന്ന് ഇത് ഈ കേരള സമൂഹം മനസ്സിലാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്കാര ബോധമുള്ള, വിവരമുള്ള, എല്ലാ ദിവസവും ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അവരവരുടെ മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധാരണക്കാരനെ പറ്റിക്കാൻ ഇനി ഒരിക്കലും കിറ്റല്ല, നിങ്ങൾ എന്ത് കൊടുത്താലും കേരളത്തിലെ ഒരു ഓട്ടർമാർ പോലും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്
ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്